ഹായ് ചക്കരകളെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നു വിചാരിക്കണം. നമ്മളും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം അല്ലേ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ രാവിലെ എണീറ്റ് കുളിയെല്ലാം കഴിഞ്ഞ് വിളക്കെല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം പിന്നെ വേഗം തന്നെ നമ്മുടെ ഉമ്മറൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ തന്നെ രാവിലെ തന്നെ നമ്മൾ ചായ കുടിക്കുന്ന സമയത്ത് ചായ താഴേക്ക് പോയിട്ട് നമ്മുടെ സെറ്റിയൊക്കെ അങ്ങോട്ട് നനഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഇന്ന് എണീറ്റ് പിന്നെ കുറച്ച് പണികൾ ചെയ്യാനുണ്ടായിരുന്നു. അതൊക്കെ ചെയ്ത് വന്നതിന് ശേഷമാണ് നമ്മൾ വേഗം കുളിയെല്ലാം കഴിഞ്ഞ് വിളക്കെല്ലാം വെച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യുന്നത് കേട്ടോ. ഈ കാണുന്നത് നമ്മുടെ പുതിയ പൂച്ചക്കുട്ടിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വാങ്ങിയതൊന്നുമല്ല, ഇവരിങ്ങനെ നമ്മുടെ വീട്ടിൽ വന്നു കൂടിയതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വീഡിയോ കാണുന്നവർക്കറിയാം നമ്മുടെ പാഞ്ചു പറഞ്ഞ പൂച്ചയിട്ടാ. ആ പൂച്ചയുടെ കുട്ടികളാണ് നമ്മുടെ അവിടെ ഉള്ളത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു പൂച്ചക്കുട്ടി 2 ദിവസം മുമ്പ് എന്താ പറയുക വലിയ കാടൻ പൂച്ച കടിച്ച് കൊന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഭയങ്കര സങ്കടമായിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ ഇതുപോലെ ഒരു പൂച്ചക്കുട്ടി ഇതുപോലെ നായി കടിച്ച് കൊന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആദ്യമൊക്കെ ഇവൾക്ക് നമ്മളെ കാണുമ്പോൾ കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ തനിയെ വന്ന് കൂടിയതാണ് കേട്ടോ. അപ്പോൾ ആദ്യം പാഞ്ചുവിൻ്റെ കൂടെ വരുമായിരുന്നു, പിന്നെ തനിയെ വരാൻ തുടങ്ങി. പിന്നെ ഇപ്പോൾ ഒരു 2-3 മാസമായി നമ്മുടെ കൂടെ തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. അല്ലാണ്ട് വേറെ 2 പൂച്ചക്കുട്ടികളുണ്ട് നമുക്ക്. അപ്പോൾ അങ്ങനെ ഇവരെല്ലാവരും നമ്മുടെ കൂടെ വന്ന് കൂടിയതാണ് കേട്ടോ. അല്ലാണ്ട് നമ്മൾ ആരെയും വാങ്ങി വളർത്തിയതൊന്നുമല്ല. പിന്നെ നമ്മൾ എന്തൊക്കെ ഭക്ഷണം കഴിക്കണോ അതൊക്കെ അവർക്ക് നമ്മൾ കൊടുക്കണ്ട. അപ്പോൾ ഇന്ന് രാവിലെ എണീറ്റതും കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ചെയ്ത് പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴേക്കും തന്നെ നല്ല വിശപ്പായിട്ടാണ്. അപ്പോൾ പിന്നെ നമ്മൾ രാവിലെ ഭക്ഷണം ഉണ്ടാക്കാൻ നിന്നില്ല. കുറേ ആയിട്ടോ നമ്മൾ ഭക്ഷണം പുറത്തുനിന്നൊക്കെ വാങ്ങി കഴിച്ചിട്ട്. അപ്പോൾ പിന്നെ ഇന്ന് രാവിലെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വാങ്ങാറുണ്ടല്ലോ ആപ്പം, അവിടുന്ന് ആപ്പവും അതുപോലെ നമ്മുടെ ചട്നി ചമ്മന്തി വട അതെല്ലാം വാങ്ങിയിട്ട് വേഗം തന്നെ കഴിച്ചു കേട്ടോ. നമ്മുടെ അശ്വിനി എണിക്കുന്നുണ്ടായിരുന്നുള്ളൂ, ഏട്ടൻ വാങ്ങിയിട്ട് വന്നിട്ട് കുളിക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ ഞാനും അക്ഷയും കൂടെ വേഗം തന്നെ കഴിച്ചു കേട്ടോ. പിന്നെ അതിന് ശേഷം എല്ലാവരുടെയും ഒന്ന് തുടച്ചെടുക്കാൻ പറഞ്ഞിട്ടാണ്. ചില ദിവസമൊക്കെ അങ്ങനെയാണല്ലേ, നമ്മൾ വിചാരിച്ച പോലെയുള്ള കാര്യങ്ങളൊന്നും നടക്കില്ല. നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ വിചാരിച്ചാലും ചിലപ്പോൾ അതൊന്നും കറക്റ്റായിട്ട് നടന്നു എന്ന് വരില്ല അല്ലേ. അപ്പോൾ നമ്മൾ നടന്നാലും നടന്നില്ലെങ്കിലും അതിനെക്കുറിച്ച് നമ്മൾ അധികം ചിന്തിക്കാണ്ടിരിക്കുകയാണ് നല്ലത് കേട്ടോ. അപ്പോൾ നടന്നിട്ടുണ്ടെങ്കിൽ അതൊരു നല്ലൊരു കാര്യമാണെന്നും നടന്നില്ല എങ്കിൽ ഇതിലും നല്ലതായിട്ട് എന്തെങ്കിലും നടക്കാനുണ്ട് എന്നും വിചാരിച്ചാൽ മതിയാവും കേട്ടോ. അപ്പോൾ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും എല്ലായ്പ്പോഴും നടന്നു എന്ന് വരില്ല, അതുപോലെ തന്നെ നടക്കാതിരുന്നു എന്നും വരില്ല കേട്ടോ. അപ്പോൾ എല്ലാം നമ്മൾ അതിൻ്റേതായ പാകം പോലെ എടുത്ത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ജീവിതത്തിൽ ഒരുപാട് ഉയർച്ചയും ഉന്നതിയും സന്തോഷവും സമാധാനവും എല്ലാം ഉണ്ടാവും കേട്ടോ. നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ജീവിക്കുന്നത് എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടി തന്നെയാണ് അല്ലേ. അപ്പോൾ എല്ലാവർക്കും അത് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ക്ഷമ, ധൈര്യം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആവശ്യമാണ് അല്ലേ. നമ്മളങ്ങനെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മൾ ഉച്ചക്കലക്കത്തുള്ള പരിപാടികളൊക്കെ ചെയ്യാനായിട്ടാണ്. അപ്പോൾ കുറേ ആയിട്ടോ നമ്മൾ ബിരിയാണി കഴിച്ചിട്ട്. അപ്പോൾ നമ്മൾ ചിക്കൻ ബിരിയാണി വീട്ടിലുണ്ടാക്കാൻ പറഞ്ഞിട്ടാണ്. അപ്പോൾ ചിക്കൻ വാങ്ങിയിട്ട് വരുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിന് മുന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വേഗം തന്നെ ഒന്ന് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്ക് വേഗം തന്നെ കറക്റ്റായിട്ട് വെച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം അതിന് വേണ്ടിയിട്ടുള്ള ഉള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുത്ത് അതൊക്കെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സൈഡിൽ വറുക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ റൈസ് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ദം ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ ചിക്കൻ ബിരിയാണി വെക്കുന്നത്. അതുകൊണ്ട് തന്നെ റൈസ് നമുക്ക് തനിച്ച് വേവിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ റൈസ് വേവിച്ചെടുക്കുകയാണെങ്കിൽ പെർഫെക്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ആ വെള്ളം ചൂടാകുന്ന നേരം കൊണ്ട് ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് പട്ട ഗ്രാമ്പ് ഇലയൊക്കെ ചേർത്ത് എണ്ണയൊക്കെ ഒഴിച്ചിട്ട് അതൊന്ന് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഉപ്പ് നമ്മൾ ആവശ്യത്തിന് ഇട്ട് കൊടുത്തു. ആദ്യം തന്നെ നമ്മൾ അരി 20 മിനിറ്റ് കുതിർക്കാനിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വെള്ളമൊക്കെ തിളച്ചതിന് ശേഷം ഇതിലേക്ക് അരി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം കണക്ക് കൂട്ടി നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജോലി പെട്ടെന്ന് തീർത്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതവിടെ റെഡിയായിക്കൊണ്ടിരിക്കുന്ന നേരം കൊണ്ട് തന്നെ ഞാൻ നമ്മുടെ വേറെ ഉള്ളിയും അതുപോലെ ഒക്കെ നല്ലപോലെ വഴറ്റിയെടുത്ത് അതിലേക്ക് ഇഞ്ചിയും പച്ചമുളകൊക്കെ ചേർത്ത് വെച്ചു കേട്ടോ. അപ്പോൾ ഉള്ളി വഴറ്റുന്ന നേരം കൊണ്ട് തന്നെ നമ്മുടെ ഉള്ളിയും അതുപോലെ മാങ്ങയും നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് നമ്മുടെ അച്ചാറിടാനും സർലാസ് ഇടാനും വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ സമയം കിട്ടുന്നതിനനുസരിച്ച് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ വേഗം വേഗം റെഡിയാക്കി എടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ ഉള്ളി നല്ലോണം വഴണ്ടപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചത് ചേർത്ത് കൊടുത്തു. മല്ലി, മുളക്, മഞ്ഞൾപ്പൊടി ഇതെല്ലാം ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നല്ലവണ്ണം വഴണ്ടപ്പോൾ അതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ 1/4 കപ്പ്
തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അധികം പുളിയില്ലാത്ത തൈരാണ്. അതുകൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി പറയുമ്പോൾ 1 സ്പൂണ്, മുളക് പൊടി 1 സ്പൂണ്, കാശ്മീരി മുളക് പൊടി 1 സ്പൂണ്, കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ നമ്മൾ മസാലയായിട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് നമ്മൾ വലിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുള്ള നമ്മുടെ ചിക്കൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം വഴണ്ട് വരുമ്പോഴേക്കും തന്നെ നമ്മുടെ ചിക്കൻ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വേഗം സമയം ചിക്കനൊക്കെ കഴുകി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോ ജോലി കഴിയുന്നതോടൊപ്പം തന്നെ നമ്മൾ വേഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജോലികൾ പെട്ടെന്ന് തീർത്ത് നമുക്ക് ഫ്രീ ആവാൻ പറ്റും കേട്ടോ. പിന്നെ നമ്മുടെ ചിക്കനും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് വെള്ളമൊന്നും ഒഴിക്കാണ്ട് വേണം കേട്ടോ നമ്മളിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. 3/4 വേവായതിന് ശേഷം നമ്മളിതിലേക്ക് വറുത്ത നമ്മുടെ ഉള്ളി, അതുപോലെ പുതിന, മല്ലിത്തല, ഗരം മസാല ഇതെല്ലാം ചേർത്ത് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഈ ചിക്കൻ ചേർക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ റൈസ് പാകം പോലെ വെന്ത് വെള്ളമൊക്കെ വറ്റി വന്നപ്പോൾ നമ്മൾ അടച്ച് വെച്ചിട്ട് തീ ഓഫ് ചെയ്തിട്ട് അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. തീയിൽ വെക്കേണ്ട യാതൊരു ആവശ്യമില്ല കേട്ടോ. വെള്ളം വറ്റിയതിന് ശേഷം അടച്ച് മാറ്റി വെച്ചാൽ തന്നെ 10-20 മിനിറ്റ് കൊണ്ട് വെള്ളമൊക്കെ വറ്റി നല്ല ക്ലിയർ ആയിട്ട് നമ്മുടെ റൈസ് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ചിക്കൻ ഒന്നുകൂടെ കൂട്ടി വെച്ച് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതൊന്നുകൂടെ ഒന്ന് വെന്ത് വരാനുണ്ട് കേട്ടോ. ഈ സമയം കൊണ്ട് തന്നെ ഒരു 20 മിനിറ്റായി. നമ്മൾ അടച്ച് വെറുതെ വെച്ചതാണ്, തീയിൽ വെച്ചതല്ല കേട്ടോ. തീയെ ചോറും വെള്ളവും കൂടെ പാകമായപ്പോൾ നമ്മൾ ഓഫ് ചെയ്തിട്ടാണ്. ഇതുകൊണ്ട് നല്ല കറക്റ്റായിട്ട് തന്നെ വെന്ത് നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നെയ്ച്ചോറ് വെക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ. അല്ലാണ്ട് 20 മിനിറ്റ് ദമ്മിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ തന്നെ നല്ലപോലെ ഉത്തിരിയായിട്ട് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഓഫ് ചെയ്ത് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുത്ത് ഒന്നുകൂടെ അടച്ച് വെച്ചിട്ട് അങ്ങനെ ഒന്നുകൂടെ ഇരിക്കട്ടെ പറഞ്ഞിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ലപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് നമ്മുടെ ചിക്കനൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് ദം ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം പാൻ വെച്ച് കൊടുത്ത് അതിലേക്ക് നമ്മൾ റിഫൈൻഡ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഉള്ളി വറുത്ത എണ്ണയാണ് കേട്ടോ, അതിന് പ്രത്യേക സ്മെല്ലാണ്. അതിലേക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ച് നമ്മുടെ ചിക്കനും മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വറക്കാത്ത ചിക്കനാണ് കേട്ടോ. വറുത്തിട്ട് നമുക്ക് ബിരിയാണി ചെയ്യാം. ഞാൻ പക്ഷേ വറക്കാത്ത ബിരിയാണിയാണ് ഇന്ന് ചെയ്യുന്നത് കേട്ടോ. അതുകൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ തന്നെ ഒന്ന് പരത്തി ലെവലാക്കി ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മസാല ഇല്ലാത്ത ചിക്കൻ്റെ മേലെ മസാലയൊക്കെ വെച്ച് കറക്റ്റാക്കിയതിന് ശേഷം നമ്മളിതിലേക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ റൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. റൈസ് കറക്റ്റായി ചേർത്ത് കൊടുത്ത് ഒന്ന് ലെവലാക്കിയതിന് ശേഷം ഇതിൻ്റെ മേലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഉള്ളി, അണ്ടിപ്പരിപ്പ്, അതുപോലെ തന്നെ പുതിന, മല്ലിത്തല, പിന്നെ നമ്മുടെ പാലിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കലർത്തിയിട്ട് അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പ്രത്യേക കളറാണല്ലേ നമ്മൾ ഈ റൈസ് എടുക്കുന്ന സമയത്ത് ആ മഞ്ഞയും വെള്ളയും കൂടെ കാണാൻ വേണ്ടിയിട്ട്. അത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. അപ്പോൾ ഞാൻ അതിലേക്ക് ബാക്കിയുള്ള ചോറ് കൂടെ ചേർത്ത് ഇങ്ങനെയുള്ള മസാലകളൊക്കെ വീണ്ടും ചേർത്ത് കൊടുത്ത് അടച്ച് വെച്ചിട്ട് ഒരു 20 മിനിറ്റ് ദം ചെയ്തെടുക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളിതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മേലേക്ക് ഗരം മസാല വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാനിതിലേക്ക് നമ്മൾ വറുത്തിട്ടുള്ള ഉള്ളിയുടെ കുറച്ച് എണ്ണ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ എണ്ണയ്ക്ക് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. പിന്നെ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വാഴയില വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അടച്ച് വെച്ചിട്ടാണ് കേട്ടോ ദം ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വാഴയിലയിലെ ഫ്ലേവർ ഫുള്ളായിട്ട് നമ്മുടെ റൈസിൽ പോയിട്ട് നല്ല മണവും ടേസ്റ്റും ആയിരിക്കും കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 20 മിനിറ്റ് നമുക്കിതൊന്ന് ദം ചെയ്തെടുത്തു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ നല്ല സൂപ്പറായിട്ടുള്ള ചിക്കൻ ദം ബിരിയാണി റെഡിയാവും കേട്ടോ. അപ്പോൾ 20 മിനിറ്റ് അതൊന്നായിട്ട് വരട്ടെ. ഞാൻ പിന്നെ ഇതിനൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ജ്യൂസ് കൂടെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ. അത് റെഡിയാകുന്ന നേരം കൊണ്ട് തന്നെ നമുക്ക് അടുക്കള വേഗം തന്നെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. എന്താ പറയുക, അപ്പോൾ ഈ ദം പൊട്ടിക്കുന്ന നേരം കൊണ്ട് തന്നെ നമ്മുടെ അടുക്കള വൃത്തിയാക്കി കിട്ടുകയും ചെയ്യും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ റൈസൊക്കെ വേവിക്കുന്ന സമയത്ത് അതിൽ ചേർക്കുന്ന പട്ട, ഗ്രാമ്പു, ഏലക്ക അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ടല്ലോ, അത് നമ്മൾ കൈയോടെ നമ്മുടെ റൈസ് ഇങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അത് നമ്മുടെ വായിൽ പെട്ടിട്ട് കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് കുറവുണ്ടാവില്ല കേട്ടോ. അപ്പോൾ എപ്പോഴും നമ്മൾ റൈസിൽ നിന്ന് ഈ മസാലകളൊക്കെ ഒന്ന് എടുത്ത് മാറ്റുന്നത് നല്ലതാണ് കേട്ടോ. നമ്മൾ റൈസ് ആവുന്ന നേരം കൊണ്ട് തന്നെ നമ്മുടെ അടുക്കള ഫുള്ളായിട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ വേഗം തന്നെ നമ്മുടെ ഈ ഓറഞ്ച് പോലത്തെ ഇങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ, ഇതിൻ്റെ പേരെനിക്ക് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ. അപ്പോൾ ഇതൊരു ജ്യൂസ് അടിക്കാൻ പറഞ്ഞിട്ടാണ് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇത് ജ്യൂസ് അടിക്കണം. നല്ല ടേസ്റ്റ് ഉണ്ട് കുടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഞാൻ പിന്നെ അതിൻ്റെ ചാറ് മാത്രം ആദ്യം
പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിഴിഞ്ഞ് അതിലേക്ക് പഞ്ചസാര ചേർത്ത് വെള്ളം ചേർത്ത് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ റൈസ് 20 മിനിറ്റ് നല്ലപോലെ ദമ്മായി വന്നിട്ടുണ്ട്. ഇല എടുക്കുമ്പോൾ തന്നെ നല്ലൊരു മണമാണ് കേട്ടോ. ഞാനപ്പോൾ ഇലയൊക്കെ മെല്ലെ മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആദ്യം തന്നെ നമ്മുടെ റൈസ് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ നമുക്ക് റൈസും ചിക്കനും കൂടെ മിക്സ് ചെയ്തിട്ടും എടുക്കാം കേട്ടോ. ഞാൻ രണ്ടും രണ്ട് രീതിക്കായിട്ട് എടുക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ റൈസും ചിക്കനും ഒരുമിച്ച് നമ്മൾ മിക്സ് ചെയ്ത് എടുക്കുന്നില്ല കേട്ടോ. ആദ്യം തന്നെ നമ്മൾ റൈസ് നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിന് ശേഷം അടിയിലെ ചിക്കൻ ഒന്ന് ചെറുതായിട്ടൊന്ന് എടുത്ത് പ്ലേറ്റ് വെച്ചിട്ട് അങ്ങനെ എടുക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. മൊത്തത്തിൽ മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ റൈസൊക്കെ നല്ല ഉതിരിയായിട്ട് തന്നെ നല്ല ടേസ്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. വെന്ത് കുഴയുകയോ ഒട്ട് അങ്ങനെയുള്ള പരിപാടിയേ ഇല്ല കേട്ടോ. ഇപ്പം നമ്മുടെ ബിരിയാണി റൈസൊക്കെ റെഡി ആയിട്ടുണ്ട്. ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ അച്ചാർ റെഡിയാക്കി എടുത്തിട്ടുണ്ട്, സലാഡ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റാമല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് ചിക്കനും മസാലയും കൂടെ മാറ്റി കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് റൈസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ വിളമ്പിയിട്ടുള്ള സാലഡ്, അച്ചാർ, അതുപോലെ പപ്പടം നമ്മൾ കാച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് ഉച്ചയ്ക്ക് കഴിക്കാൻ നല്ല ചിക്കൻ ബിരിയാണി, അതുപോലെ മാങ്ങയച്ചാർ, സാലഡ്, പപ്പടമാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ജ്യൂസ്. ഈ ജ്യൂസ് നല്ല ടേസ്റ്റാണ് കേട്ടോ. സാധാരണ ഓറഞ്ച് ജ്യൂസ് കഴിക്കുന്നതിലും വ്യത്യാസമായിട്ട് ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. ഇപ്പം നമ്മുടെ കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ ബിരിയാണി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെയാണ് കേട്ടോ ബിരിയാണി ഉണ്ടാക്കാറുള്ളത്. അപ്പം നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.